വ്യായാമ മുറ വർഗീയമാവുമെന്ന് കേട്ടാൽ ഞെട്ടുമോ? എന്നാൽ ഞെട്ടിയിരിക്കുകയാണ് സത്യത്തിൽ കേരള പോലീസും ഇപ്പോൾ കേരളവും. അതായത് മെക് 7 എന്ന പേരിൽ കേരളത്തിലടക്കം വളരെ പെട്ടെന്ന് ഒരു പ്രചാരം കിട്ടിയ വ്യായാമ മുറയുണ്ട്. ഇതിന് പിന്നിൽ ഇസ്ലാമിക മതമൗലികവാദികളുടെ പങ്കിനെ കുറിച്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തുകയാണ് എന്നാണ് വിവരം. മെക് 7 എന്ന വ്യായാമ മുറയ്ക്കെതിരെ വിമർശനവുമായിട്ട് വേറെ ആരുമല്ല, CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്ററാണ് രംഗത്തെത്തിയത്. പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമാണ് പുതിയ വ്യായാമ മുറയ്ക്ക് പിന്നിലെന്നും ഇത് ഗൗരവത്തോടെ കാണണമെന്നുമാണ് മാസ്റ്റർ ആവശ്യപ്പെട്ടത്. പാർട്ടി പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് മോഹനൻ മാസ്റ്റർ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ്. ഇതിന് പിന്നാലെയാണ് പോലീസിന്റെ അന്വേഷണവും വരുന്നത്. വ്യായാമ മുറയ്ക്ക് വേണ്ടി രൂപീകരിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ അഡ്മിന്മാരെ പറ്റി ചിലരെ ഒക്കെ അന്വേഷിച്ചപ്പോൾ അവർ നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണെന്ന വിവരം ലഭിച്ചതായിട്ടാണ് മോഹനൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പോ പുതിയ നീക്കമുണ്ട്. കണ്ണൂരിലുണ്ടോ എന്നറിയില്ല. വ്യായാമ മുറ എന്ന പേരിൽ ആളുകളെ സംഘടിപ്പിച്ച് പരിശീലനം നടത്തുകയാണ്. ചില സഖാക്കളാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞത്. ഇതനുസരിച്ച് കക്കോടി, ബാലുശ്ശേരി എന്നിവിടങ്ങളിലൊക്കെ കാര്യമായ അന്വേഷണം നടത്തിയപ്പോഴാണ് അഡ്മിന്മാർ പോപ്പുലർ ഫ്രണ്ടുകാരാണെന്ന വിവരം ലഭിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ഇവരെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. 10 പൈസയുടെ ഫീസില്ല. ആദ്യം 1-2 പേർ പരിശീലനം നൽകാനായി വരും. പിന്നീട് കൂട്ടത്തിലുള്ള ആരെങ്കിലും ചെയ്താൽ മതി. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള പരിവേഷമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതായിരുന്നു മോഹനൻ മാസ്റ്റർ ആ പ്രസംഗത്തിൽ പറഞ്ഞത്. അതിവേഗം പ്രചാരം നേടുന്ന വ്യായാമ മുറയാണ് മെക് 7. യോഗയും ധ്യാനവും അക്യുപ്രഷറും ഉൾപ്പെട്ട 7 വിഭാഗങ്ങളിലെ 21 തരം വ്യായാമ മുറ. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയും വിമുക്ത ഭടനുമായിട്ടുള്ള പെരിങ്കടക്കാട് സലാഹുദ്ദീനാണ് ഇതിന് രൂപം നൽകിയത്. 20 വർഷത്തോളം സൈന്യത്തിൽ സേവനം ചെയ്ത ശേഷമാണ് സൈനുദ്ദീൻ നാട്ടിലേക്ക് എത്തിയത്. 2012 ജൂലൈയിൽ തുറക്കലിലാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്നാണ് മെക് 7നെ വിളിക്കുന്നത്. എയ്റോബിക്, ലളിത വ്യായാമം, യോഗ, ആഴത്തിലുള്ള ശ്വസനം, അക്യുപ്രഷർ, ധ്യാനം, ഫേസ് മസാജ് എന്നീ 7 ഇനങ്ങളെയാണ് പേര് സത്യത്തിൽ സൂചിപ്പിക്കുന്നത്. ഈ 7 വിഭാഗങ്ങളിലുള്ള 21 തരം വ്യായാമ മുറകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സൈനിക സേവനത്തിനിടെയാണ് ഇക്കാര്യം സ്വായത്തമാക്കിയതെന്നാണ് സലാഹുദ്ദീൻ പറയുന്നത്. ഏത് പ്രായക്കാർക്കും ലളിതമായി ചെയ്യാമെന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പക്ഷേ സലാഹുദ്ദീൻ ഒരുപക്ഷെ തുടങ്ങിയത് സതുദ്ദേശത്തോടെ ആയിരിക്കാം. അതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഏറ്റെടുക്കുന്നത് ഇസ്ലാമിക മത മൗലികവാദികളിൽ ഒരു വിഭാഗമാണ് എന്നുള്ളതാണ് വരുന്ന വിവരം. അവർ അതിനെ ഹൈജാക്ക് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഈ മെക് 7 കൂട്ടായ്മകളുടെ മറവിലാണ് അവർ തങ്ങളുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് വിമർശനം. വ്യായാമം പരിശീലിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ഇവർ യുവാക്കളെ അടക്കം കൂട്ടുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ പതുക്കെ പതുക്കെ ഇതൊക്കെ കായിക പരിശീലനം, ആയുധ പരിശീലനമൊക്കെ മാറുമെന്ന വിമർശനം ഉയരുന്നുണ്ട്. മതമൗലികവാദം വരുന്നത് എവിടെ നിന്നാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്ക്. അതിന് കോഴിക്കോട് വലിയ പങ്കുണ്ട്. NDF എന്നൊന്ന് സംഭവത്തെ ആരും മറന്നു കാണില്ല. നാദാപുരം ഡിഫൻസ് ഫോഴ്സ്. അതിനു മുൻപേ മതമൗലികവാദം വരുന്നത് സത്യത്തിൽ തെക്കൻ കേരളത്തിലെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. അബ്ദുൽ നാസർ മദനി ഓർമ്മയുണ്ടാവും, മറക്കാൻ സാധ്യതയില്ല കേരളം ആ പേര്. ISS എന്ന പേരിൽ, അതായത് ഇസ്ലാമിക് സർവീസ് സൊസൈറ്റി എന്ന പേരിൽ തുടങ്ങിയ സംഘടനയിലൂടെയാണ് അദ്ദേഹം ഈ മതമൗലികവാദം വളർത്തിയെടുത്തത് കേരളത്തിലാകമാനം. ഇത് സത്യത്തിൽ ആ മദനിക്ക് പിണറായി കൈകൊടുക്കുകയും വേദി പങ്കിടുകയും ഒക്കെ ചെയ്തിരുന്നു എന്നത് മറക്കരുത്. അങ്ങനെ ഒരു പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് മെക് 7നെ കുറിച്ച് എതിർത്ത ഒരു വാർത്ത പറയുന്നത്. ഇതിനായി രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാരാണ് ഇത് പ്രശ്നത്തിൽ നിൽക്കുന്നത്. അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട്. അവരാണ് സത്യത്തിൽ ഇതിനെ ഹൈജാക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഹൈജാക്ക് ചെയ്തെടുക്കുന്നതിലൂടെ കായിക അഭ്യാസം, പിന്നീട് ആയുധമുറ. നോക്കൂ, ഇതിനു മുൻപ് ഇവരുടെ ഫോം എവിടെയൊക്കെ ഉണ്ടായിരുന്നോ, ഒറിജിൻ ചെയ്തോ, അതെല്ലാം വളർന്നു വന്നതൊക്കെ ഇത്തരത്തിൽ തന്നെയാണ്. മെല്ലെ മെല്ലെയാണ് ഇവർ, അതായത് ഈ സ്ലീപ്പർ സെൽ എന്നൊക്കെ പറയുന്നത് പോലെ ഗ്രൗണ്ട് വർക്ക് ഇവരുടെ വളരെ ശക്തമാണ്.
അപ്പോൾ അത്തരത്തിൽ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇവർ എന്നുള്ളതാണ്. സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരാളെ ഒരുപക്ഷെ അയാൾ നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്ത ഒരു പ്രവൃത്തിയെ ഇവർ ഹൈജാക്ക് ചെയ്തെടുത്തിരിക്കുന്നു. അങ്ങനെ ഇവരുടെ നെറ്റ്വർക്ക് ചെയിൻ നമുക്കറിയാം, ഓരോരോ നെറ്റ്വർക്ക് കാര്യങ്ങൾ നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി ആയുധ പരിശീലനത്തിലേക്ക് അടക്കം കടക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്? അതിന് പിന്നിൽ ഒരു അജണ്ട തന്നെയുണ്ട്. കാരണം ഇവർ ആദ്യമേ ഇത്തരത്തിലുള്ള NDF-നെ കുറിച്ചും മറ്റുമൊക്കെ ആദ്യമേ പറയുന്നതും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആരാണ്? BJP ആണ്. അപ്പോഴൊന്നും അവർ ഇതിനെ എതിർത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ NDF പ്രവർത്തകരൊക്കെ അവിടെ ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. CPM-നെതിരെ ഇവർ വരുമെന്നും CPM-നെതിരെ തിരിയുമെന്നും ഒക്കെ BJP അന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെവിക്കൊണ്ടില്ല. അവരുമായി കൈ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പോയി. അതായത് മദനിയുമായിട്ടൊക്കെ കൈ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പോയി. പിന്നീട് അവർ തിരുത്തുകയാണ്. എപ്പോൾ? എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ 2024 തിരുത്തുകയാണ്. തിരുത്തുന്നതിന് പിന്നിൽ കൃത്യമായും വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. ഇല്ലെങ്കിൽ CPM പോലൊരു പാർട്ടി ഇത് ഇങ്ങനെ ഒരു ചെറിയ വേദിയിൽ പോലും ആണെങ്കിൽ പോലും അവർ അത് പറയില്ല. കാരണം അവർക്ക് വോട്ട് ബാങ്ക് ലക്ഷ്യമാണ്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവരിൽ നിന്ന് ചോർന്നു പോയിട്ടുള്ള ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കേണ്ടത് ഇവരുടെ CPM-ന്റെ ആവശ്യമാണ്. അതിന് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇത്ര നാളും വഖഫിന്റെ പ്രശ്നത്തിൽ പോലും ഇവർ എടുക്കുന്ന ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള CPM എങ്ങനെയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനുമൊക്കെ വേരോട്ടം തുടങ്ങി എന്നുള്ള കാര്യം തുറന്നു പറയാൻ കഴിയുന്നത്? ഇതൊക്കെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തുന്ന കളികളാണ്. നോക്കൂ, P. ജയരാജന്റെ ബുക്കിൽ പറയുന്നു ഇസ്ലാമിസ്റ്റുകളെ കുറിച്ച്, അവരുടെ വേരോട്ടത്തെ കുറിച്ച്. അതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ആ പുസ്തക പ്രകാശന വേദിയിൽ പോലും പ്രസംഗം നടത്തിയത്. അപ്പോഴും അവിടെയും ഇവിടെയും തൊടാതെ ഇവരുടെ ഒരു പോക്കുണ്ട്. ഇങ്ങനെ പോയാൽ 2 വഞ്ചിയിൽ കാലുകുത്തിയാൽ എവിടെയെങ്കിലും വീഴും. അത്തരത്തിൽ വീഴുമെന്ന പേടി ഇപ്പോൾ ഭീകരമായിട്ട് തന്നെ CPM-നുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ഈ ഹൈജാക്കിംഗ് പ്രവൃത്തിയെക്കുറിച്ച് പോപ്പുലർ ഫ്രണ്ടൊക്കെ വീണ്ടും സജീവമാകുന്നു എന്നുള്ള വാർത്ത CPM തന്നെ പുറത്തുവിടുന്നത്. അവർക്ക് അറിയാം ഈ ഒരു വോട്ട് ബാങ്ക് കൊണ്ട് മാത്രം ഇനി നിലനിൽക്കാൻ കഴിയില്ല. ഭൂരിഭാഗം പേരും ചോർന്നുപോയി. കണ്ണൂരിൽ ഉൾപ്പെടെ ഇവരുടെ വോട്ട് ബാങ്ക് കുറഞ്ഞു. BJP-ക്കാണ് അവിടെ കരുത്ത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി തന്നെയാണ് P. മോഹനൻ ഇത്തരം ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. അതും CPM-ന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ, ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നന്ദി.